A very good morning, my dear children. How are you? Are you studying? In the last class we had completed history lesson 4, tribals, Digus and the vision of a golden age. That 1 to 4 lessons geography and 4 lesson geography and 4th lesson history is in your periodic test 3. Today let's start politics lesson 4, that is in your PT, that is periodic test 4 examination. The lesson's name is understanding laws. Let's go through the textbook. You may be familiar with some laws such as those that specify the age of marriage, the age at which a person can vote, and perhaps even the laws dealing with buying and selling of property. You are familiar with some laws such as age of marriage, age at which a person can vote, 18 years എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും, വോട്ടിംഗ് റൈറ്റ്, all adults have the right to vote. Then the age of marriage, മാരേജിന് ഗേൾസിന് 18 years of age, ബോയ്സിന് 21 years of age. Even the laws dealing with the buying and selling of property, നമ്മൾ പ്രോപ്പർട്ടി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ലോസ് ആണ്. ഡു ദീസ് ലോസ് അപ്ലൈ ടു എവരിവൺ? ഈ നിയമങ്ങളെല്ലാം എല്ലാവരിലും അപ്ലൈ ചെയ്യാമോ? നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളിലും ഈ ലോസ് ഒക്കെ അപ്ലൈ ചെയ്യാമോ? ഹൗ ഡു ന്യൂ ലോസ് കം ഇൻ ടു ബീയിങ്? എങ്ങനെയാണ് പുതിയ പുതിയ നിയമങ്ങൾ വരുന്നത്? കുഡ് ദെയർ ബി ലോസ് ദാറ്റ് ആർ അൺപോപ്പുലർ ഓർ കോൺട്രവേഴ്സ്യൽ? വാട്ട് ഷുഡ് we as citizens to under such circumstances? Then do laws apply to all? One small example is given here. I will read this. A government official helps his son go into hiding because his son has been given a 10-year jail sentence by a district court for a crime that he has committed. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ മകൻ ക്രൈം ചെയ്തു, അതിന് 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാനായിട്ട് അയാളെ ഡിസ്ട്രിക്ട് കോർട്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. Do you think that the government official's actions were right? അതായത് ഗവൺമെൻറ് ഒഫീഷ്യൽ ഹെൽപ്സ് ഹിസ് സൺ, അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോർട്ട് ഓർഡർ വന്നിരിക്കുകയാണ്. അത് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ സമ്മതികൊണ്ട് ആ ക്രൈമിൽ നിന്നും ആ ജയിൽ ശിക്ഷയിൽ നിന്നും മോചിതനാകാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? Do you think that the government official's actions were right? Should his son be exempt from the law just because his father is economically and politically powerful? അതായത് കുറേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, പണക്കാരൻ്റെ ഒരു മകൻ, റിച്ച് ആയിട്ടുള്ള ഒരാളുടെ മകൻ ക്രൈം ചെയ്തു, അപ്പം ഗവൺമെൻറ് ഒഫീഷ്യൽസ് സപ്പോർട്ട് ചെയ്യുന്നു. അതായത് അദ്ദേഹത്തിന് കിട്ടിയ ജയിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ശരിയാണോ അല്ലയോ? കാരണം എന്താണ്, ആരുടെ അച്ഛന് റിച്ച് ആയതുകൊണ്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? The above is a clear case of the violation of law. അങ്ങനെ ചെയ്താൽ അത് is a violation, നിയമലംഘനമാണ്. അതായത് എവരി സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ അല്ലേ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറേ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ നമുക്കുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയിൽ ഉയർന്ന നീതിന്യായ കോടതിയാണ്. അപ്പോൾ എന്താണോ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, എവരി സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ലോ. ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാം നിയമത്തിന് മുമ്പിൽ സമന്മാരാണ്. റിച്ചെന്നോ പൂർണ്ണോ ഒന്നുമില്ല. ആര് കുറ്റം ചെയ്താലും പണിഷ്മെന്റ് കിട്ടണം. Members of the Constituent, as you read in Unit 1, members of the Constituent Assembly were agreed there should be no arbitrary exercise of our independent India. അതായത് ആരെയും ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. They therefore instituted several provisions of the constitution that would establish the rule of law. Rule of law, what is the meaning of the Indian constitution? Rule of law പറഞ്ഞിട്ടുണ്ട്. Every citizens are equal before the law. The most important of these was all persons in independent India are equal before the law. Independent ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും നിയമത്തിന് മുന്നിൽ സമന്മാരായിരിക്കണം. റിച്ചെന്നോ പൂർണ്ണോ, അതായത് റിച്ച് ആയിട്ടുള്ള ഒരാളെ ക്രൈം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പണിഷ്മെൻറ്റും പൂർ ആയിട്ടുള്ള ഒരാൾ ക്രൈം ചെയ്താൽ കിട്ടുന്ന പണിഷ്മെൻറ്റും ഈക്വൽ ആയിരിക്കണം. റിച്ച് ആയതുകൊണ്ട് പണിഷ്മെൻറ്റ് കുറയാനോ പൂറായതുകൊണ്ട് പണിഷ്മെൻറ്റ് കൂടാനോ പാടില്ല. പണിഷ്മെൻറ്റ് ഷുഡ് ബി ഈക്വൽ ബിക്കോസ് in independent India every citizens are equal before the law. The law cannot discriminate between persons on the basis of their religion, caste or gender. അത് കാസ്റ്റിൻ്റെയോ റിലീജിയൻ്റെയോ ജെൻഡർ ബേസിസോ ഒരു ഡിസ്ക്രിമിനേഷൻ
ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. But the rule of law means is that all laws apply equally to all citizens of the country and no one can be above the law. ഒരാളും നിയമത്തിന് മുകളിലല്ല, എല്ലാവരും ഈക്വൽ ആണ്. Neither a government official nor a wealthy person nor even the president of the country is above the law. ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയാലും പിന്നെ എന്താണ് ഗവൺമെന്റ് ഒഫീഷ്യൽ ആയാലും റൂൾ ഓഫ് ലോ ഷുഡ് ബി ദെയർ. ഇറ്റ് ഈസ് കമ്പൽസറി. ഓൾ ഷുഡ് ബി ഈക്വൽ ബിഫോർ ദ law. Any crime or violation of law has a specific punishment as well as the process through which the guilt of the person has to be established. But was it always like this? Any crime or violation of law has specific punishment. Violation of law ക്ക് ക്രൈമിന് കിട്ടുന്ന പണിഷ്മെന്റ് തന്നെ കിട്ടും. In ancient India there were innumerable and often overlapping local laws. അതായത് നമ്മുടെ ഏൻഷ്യന്റ് കാലത്ത് പഴയ ഏൻഷ്യന്റ് ഇന്ത്യയിൽ കുറേ ലോക്കൽ ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. Different communities enjoy different degrees of authority, autonomy in administering these laws. ചില കമ്മ്യൂണിറ്റിക്കൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ചില അവരുടേതായിട്ടുള്ള ചില ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. In some cases the punishment that two persons receive for the same crime vary depending on their caste background. കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാൾക്കാർ പണിഷ്മെൻറ്റ് ചെയ്യുന്നതിൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. അത് ഫോർവേഡ് കാസ്റ്റ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ് കുറവായിരിക്കും, ലോവർ കാസ്റ്റ് ആണെങ്കിൽ പണിഷ്മെൻറ്റ് കൂടുതലുമായിരിക്കും. വിത്ത് ലോവർ കാസ്റ്റ് ബീങ് മോർ ഹാർഷ്ലി പെനലൈസ്ഡ്. ലോവർ കാസ്റ്റ് ആണെങ്കിൽ ഹാർഷ് പെനാൽറ്റീസ് കൊടുക്കുമായിരിക്കും. This slowly began to change as this system of law began to further evolve during the colonial period. Colonial period അതായത് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്ന കാലത്ത്, that is known as colonial period, ഇതിൽ ചേഞ്ചസ് വന്നു. It is often believed that it was the British colonialists who introduced the rule of law in India. അതായത് ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. Historians have disputed this claim on several grounds, two of which include first that colonial law was arbitrary. Colonial law arbitrary ആണ്, അവരുണ്ടാക്കുന്ന നിയമങ്ങൾ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്ത് ഏൽപ്പിക്കും. And second that the Indian nationalists played a prominent role in the development of the legal sphere of British. നമ്മുടെ ലീഗൽ സ്പിയറിൽ, നമ്മുടെ ജുഡീഷ്യറിൽ നമ്മുടെ നാഷണലിസ്റ്റ് ലീഡേഴ്സ് നല്ലൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ. One example of the arbitrarians that continue to exist as part of the British law is the Sedition Act of 1870. ഒരു ബ്രിട്ടീഷ് കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു 1870 സെഡിഷൻ ആക്ട്. സെഡിഷൻ ആക്ട് of 1870. Sedition Act of 1870. The idea of sedition was very broadly understood within this act. Any person protesting or criticizing the British government would be arrested without due trial. അതായത് according to the Sedition Act of 1870, any person protesting or criticizing the British government could be arrested without a due trial. ആരെങ്കിലും സെഡിഷൻ ആക്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ലോ ആണ് സെഡിഷൻ ആക്ട് ഓഫ് 1870. വാട്ട് ഈസ് എ ലോ? എനി പേഴ്സൺ protesting or criticizing the British government could be arrested without due trial. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന, എതിർക്കുന്ന ആരാണോ അവരെ ഒരു ട്രയലും ഒരു വിചാരണയും കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു നിയമമാണ് ബ്രിട്ടീഷുകാരുടെ കൊണ്ടുവന്നത്. സെഡിഷൻ ആക്ട് ഓഫ് 1870. അതായത് ബ്രിട്ടീഷുകാരുടെ കൊണ്ടുവന്നല്ലോ. ഇന്ത്യൻ നാഷണലിസ്റ്റ് began protesting and criticizing this arbitrary use of authority by the British. ബ്രിട്ടീഷുകാരുടെ ഈ ആർബിട്രറി യൂസ്, അതായത് ഫോഴ്സ് ചെയ്ത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന ഈ നിയമത്തിനെതിരെ ഇന്ത്യൻ നാഷണലിസ്റ്റ് ലീഡേഴ്സ് എതിർത്തു. They also began fighting for greater equality and wanted to change the idea of law from a set of rules that they were forced to obey to law as including ideas of justice. By the end of the 19th century, the Indian legal profession also began emerging and demanded respect in colonial courts. That 19th century, the Indian legal profession also began to emerging, the demand and demanded നമ്മളെല്ലാവരും കൊളോണിയൽ കോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യണം. They began to use law to defend legal rights of Indians. Indian judges also began to play a great role in making decisions. അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ കൊളോണിയൽ ഗവൺമെൻറ്റിൽ ഇന്ത്യക്കാരായ ജഡ്ജസും ലോയെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന്, ബ്രിട്ടീഷ് കോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് കുറേ ഹെൽപ്പ് ചെയ്തു. Therefore,
There were several ways in which Indians played a major role in the evolution of the rule of law during the colonial period. Therefore, there were several ways in which Indians played a major role in the evolution of the rule of law during the colonial period. അതായത് ഇന്ത്യക്കാരും റൂൾ ഓഫ് ലോ കൊണ്ടുവരുന്നതിന് ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. With the adoption of the constitution, this document served as the foundation on which our representatives began making laws for the country. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ നമ്മുടെ members of Constituent Assembly began making laws for the country. Even every year, our representatives pass several new laws as well as amend existing ones. Each year, the representatives, the members of Constituent Assembly pass several new laws as well as amend existing one. In your class 6 book, you read about the Hindu Succession Amendment Act 2005. According to this law, sons, daughters and their mothers can get an equal share of family property. അതായത് 2005 കൊണ്ടുവന്ന ഹിന്ദു സക്സഷൻ സെറ്റിൽമെന്റ് ആക്ട് അനുസരിച്ച് നമ്മുടെ കുടുംബത്തിലെ പ്രോപ്പർട്ടീസ്, ഫാദർ ഉണ്ടാക്കിയ പ്രോപ്പർട്ടീസ് സൺ ആർക്കൊക്കെയാണ്, ഡോട്ടേഴ്സ് ആൻഡ് ദെയർ മദർ ക്യാൻ ഗെറ്റ് ആൻ ഈക്വൽ ഷെയർ ഓഫ് ഫാമിലി പ്രോപ്പർട്ടി. അതുവരെ അച്ഛൻ്റെ സ്വത്തിന് ആരും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. മനസ്സിലായില്ലേ? എൽഡർ സൺ അങ്ങനെയൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ 2005 കൊണ്ടുവന്ന ഒരു സെഡിഷൻ അല്ല, ഹിന്ദു സക്സഷൻ അമെൻഡ്മെൻറ്റ് ആക്ട് അനുസരിച്ച് നമ്മുടെ നിയമം കൊണ്ടുവന്നു. എന്താണ്? അച്ഛനുള്ള പ്രോപ്പർട്ടി അമ്മയ്ക്കും മറ്റു മക്കൾക്കും ഈക്വൽ ഷെയർ കിട്ടണം. Similarly, new laws have been enacted to control pollution and provide employment. How do people come to think and propose that a new law is necessary? We will read more about this in the next section. Then, how do new laws come about? എങ്ങനെയാണ് these new laws are come about? The Parliament has an important role in making laws. Parliament of India is the important part in Indian Parliament in making laws for the country. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ആണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. There are many ways through which this take place, and it is often different groups in society that raise the need for a particular law. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഡൗറിയുടെ ഒരു എക്സാമ്പിൾ കൂടി വരുമ്പോഴത്തേക്ക് ഡൗറി നിരോധന നിയമം കൊണ്ടുവരിക. ആൾക്കാരുടെ ആവശ്യമനുസരിച്ച് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ വരാറുണ്ട്. An important role of Parliament is to be sensitive to the problems faced by the people. അതായത് പാർലമെന്റ് രാജ്യത്തെ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നാണ് പാർലമെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി. Let us read the following story to understand how issue of domestic violence was brought to the attention of Parliament and the process adopted for this issue to become law. അതായത് ഡൗറി ഡെത്ത് തുടങ്ങിയ ഡൊമസ്റ്റിക് വയലൻസ്, അതായത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന വയലൻസ്. Domestic violence refers to injury or harm or threat of injury or harm caused by an adult male, usually the husband against his wife. അതായത് ഡൊമസ്റ്റിക് വയലേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഹസ്ബൻഡ് ഭാര്യയ്ക്ക് ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഹർട്ട് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. Injury may be caused by physically beating up the woman or by emotionally abusing her. Abuse of the woman can also include verbal, sexual and economic abuse. The Protection of Women from Domestic Violence Act, അതായത് സ്ത്രീകളെ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി 2005 കൊണ്ടുവന്ന ആക്ടാണ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 extends the understanding of the term domestic to include all women who live or have lived together in a shared household with a male member who is perpetrating the violence. അതായത് ഡൊമസ്റ്റിക് വയലൻസ് ഒരിക്കലും ഹസ്ബൻഡ് വൈഫിനെ ഹർട്ട് ചെയ്യാൻ പാടില്ല, ബീറ്റ് ചെയ്യാൻ പാടില്ല, ഫിസിക്കലി ഓർ മെൻ്റലി അബ്യൂസ് ചെയ്യാൻ പാടില്ല. അതിനെതിരെയുള്ള നിയമമാണ് 2005 പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് violation അല്ലെങ്കിൽ വയലൻസ് ആക്ട് 2000. These are some familiar laws including our Indian Constitution. Some laws are here and there. Here also mentioned there. Everybody read the lesson 2 or 3 times so that you may get better understanding of the content. It's a time to wind up the class. Thank you. Read the lesson very well. Okay.